ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലേക്ക് ജമ്പ് ചെയ്യല്ല ചെയ്യുന്നത്. ആൻഡ് നമ്മൾ കുറച്ച് ബിഹൈൻഡ് ദ സീൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്, ഒബ്ജക്ട്സ് എന്താണ് കൺസ്ട്രക്ടർ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ ആക്ച്വലി ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ് ഊപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആയിരിക്കും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ബിഫോർ സ്റ്റാർട്ടിങ് ദാറ്റ് ലെറ്റ് മീ ക്രിയേറ്റ് എ ഫയൽ ഹിയർ. ഓക്കെ. സോ നമ്മൾ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെയായിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഐ വാണ്ട് ടു ഹാവ് സംതിങ് ലൈക്ക് ദിസ് സ്ട്രിങ് നെയിം ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എം ഗോയിങ് ടു ഗിവ് എ കാർ ആസ് എ നെയിം, then int speed that is equal to 60 and in meter per second or kilometer per hour, whatever. I'm not going to mention the unit here. Then I have a method void accelerate. Okay, and this is actually equal to speed plus equal to 10 എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്കറിയാം ദിസ് വിൽ വർക്ക്. ആക്ച്വലി ദർ ഈസ് എ കാർ ആൻഡ് ഇറ്റ് ഹാസ് എ സ്പീഡ്, ദെൻ ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ് 10 കിലോമീറ്റർ പെർ അവർ വാട്ട് എവർ വാല്യൂ. ബട്ട് വാട്ട് ഇഫ് ദർ ആർ മോർ കാർസ്, അതായത് കുറേ കാർ ഇതിനകത്ത്, അല്ലെങ്കിൽ നമുക്കിതൊരു കാറാണ്, മൾട്ടിപ്പിൾ കാർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ആക്ച്വലി നമ്മൾ എന്ത് വേണ്ടി വരും? വി ഹാവ് ടു ഡിഫൈൻ another variable for storing the second car. Then we have to define something like this, name 2, name 3, like this. Okay, then അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? We have to define the speed for the first car, speed 1 and speed 2, like this. Okay, and this is actually a bit complex for maintaining. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ it is a bit more confusing and we have to write മെത്തേഡ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ നമ്മൾ റിഡൻഡൻറ്റ് കോഡായിരിക്കും നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വലി വി ക്യാൻ റെപ്രസെൻറ്റ് തിങ്സ് ആസ് ഒബ്ജക്റ്റ്. ആക്ച്വലി അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റെപ്രസെൻറ്റ് ദ തിങ്സ് ഇൻ ദ സെൻസ് റിയൽ വേൾഡ് എൻറ്റിറ്റികളാണ് ആക്ച്വലി നമ്മൾ ആ തിങ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ മീൻ ചെയ്തത്. ഫോർ കാർ ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി, സ്റ്റുഡൻറ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഓൾ ദീസ് ആർ റിയൽ വേൾഡ് തിങ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്, ഒബ്ജക്ട്സ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, ആക്ച്വലി ഒബ്ജക്ട്സ് എന്ന് ഞാൻ എന്ത് ചെയ്തു. ആൻഡ് യു ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ആസ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റിംഗ് ഡാറ്റ ആൻഡ് ബിഹേവിയർ ഫോർ ഈച്ച് വൺ ലൈക്ക് ദിസ്. ഇതേപോലെ ഓരോ കാറിൻ്റെയും ഡാറ്റയും അതിൻ്റെ ബിഹേവിയറും എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇതിനെല്ലാം കൂടി ബണ്ടിൽ ചെയ്യാൻ പോവാണ്. ആൻഡ് റിലേറ്റഡ് തിങ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ബണ്ടിലാക്കി മാറ്റാൻ പോവാണ്. അതാണ് ആക്ച്വലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതിന് എന്തുണ്ടായിരിക്കും, ഇറ്റ് ഹാസ് എ കളർ, ഇറ്റ് ഹാസ് എ സ്പീഡ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഹാസ് എ നെയിം. ആൻഡ് ഇതേപോലെ ഇതിന് ബിഹേവിയേഴ്സും കാണും. കാർ ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദിസ്, ഇറ്റ് ഹാസ് എ ബിഹേവിയർ ലൈക്ക് ദിസ്, ഇറ്റ് ക്യാൻ സ്റ്റോപ്പ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എഴുതിയ ആക്സിലറേറ്റും എന്തുണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് ഇത് എന്തായിരിക്കും നമുക്ക് ഇതുകൊണ്ടുള്ള ബെനഫിറ്റ്? ആൻഡ് ദിസ് ആക്ച്വലി ഹെൽപ്പ് അസ് ടു ഓർഗനൈസ് യുവർ കോഡ് ഇൻ മോർ ഹ്യൂമൻ ലൈക്ക്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കോഡിനെ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് യു ക്യാൻ ഓർഗനൈസ് കോഡ് ആൻഡ് കോഡ് റീയൂസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. കോഡ് റീയൂസ് അതായത് റിഡൻഡൻസി നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ കഴിയും. റിലേറ്റഡ് തിങ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബണ്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ബേസിക്കലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ആർ ലോട്ട് ഓഫ് കൺസെപ്റ്റ് ഇൻസൈഡ് ദിസ് തിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത്. അപ്പോൾ നമ്മൾ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ് ഓൾ ദ തിങ്സ് നമ്മൾ ബേസിക്കലി നമുക്ക് ആദ്യം വേണ്ടത്, ആൻഡ് വി ഹാവ് ടു ഡിഫൈൻ, വി ഹാവ് ടു നോ how can you declare or define a class. Okay, I just told a new word called class. Class എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ക്ലാസ് ഈസ് ആക്ച്വലി എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ഡിസൈൻ, അതല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ആവാം, അതിലൊരു പ്ലാൻ ആവാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്.
like it can be a design, okay, or it can be a plan, or it can be a template. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് പറയാം. അതായത് ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു വി ആർ ഗോയിങ് ടു ഹാവ് എ വി ആർ ഗോയിങ് ടു ബിൽഡ് സം വില്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു 100 ഐഡൻറ്റിക്കൽ വില്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിലെ കാറിൻ്റെ കേസ് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യും, ഓരോ ഐഡൻറ്റിക്കൽ വില്ലാസാണ്, ഓരോ വില്ലയും അല്ലെങ്കിൽ ഒരു വില്ല എങ്ങനെ ഇരിക്കും, അതിലെ വാട്ട് ഈസ് എ ഡിസൈൻ, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, ഹൗ മെനി റൂംസ് അത്, ഓരോ റൂമിൻ്റെയും വിഡ്ത്ത് എന്താണ്, അതേ ഹൈറ്റ് എന്താണ്, വിഡ്ത്ത് എന്താണ്, എത്ര റൂംസ് ഉണ്ട്, വേർ ഇസ് എ കിച്ചൺ, വേർ ഇസ് എ ലിവിങ് ഏരിയ, ആൻഡ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ലിറ്ററലി നമുക്കൊരു എലവേഷൻ പ്ലാൻ കാണും, അതേപോലെ നമുക്കൊരു ഫ്ലോർ പ്ലാൻ കാണും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ആക്ച്വലി ഗോയിങ് ടു ക്രിയേറ്റ് ദാറ്റ് വില്ലാസ്. ആൻഡ് ഇതാണ് ആക്ച്വലി എന്ത് നേരത്തെ പറഞ്ഞ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. വി ഹാവ് എ പ്ലാൻ ഓർ വി ഹാവ് എ ഡിസൈൻ. ഇപ്പോഴും നമ്മൾ എന്തില്ല, റിയൽ വേൾഡിൽ ആക്ച്വലി എന്തില്ല, ഈ പ്ലാൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പറയുന്ന ഇതിലൊരു വില്ല പോലും എന്ത് ചെയ്യുന്നില്ല, ഇൻ റിയാലിറ്റി നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴായിരിക്കും നമ്മൾ ഒരു വില്ല നമ്മൾ ഈ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഒബ്ജക്റ്റ്. ഈ പറയുന്ന പ്ലാനിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ തന്നെയാണ്, നമ്മൾ ഐഡൻറ്റിക്കൽ ഒരേപോലത്തെ വില്ലകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരേപോലെ അല്ലാണ്ടേയും ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ഇതിനകത്തുള്ള വേറെ കൺസെപ്റ്റുകൾ, പോളിമോർഫിസം പോലത്തെ കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിഹേവിയറൊക്കെ പല രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു വില്ലയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് 100 വില്ലാസ് വേണമെങ്കിൽ നമ്മൾ 100 പ്ലാൻ വരക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ 100 സെയിം സാധനത്തിൻ്റെ 100 ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യാൻ മതി, ക്രിയേറ്റ് ചെയ്യാൻ മതി. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് ആക്ച്വലി എന്തായിരിക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഈസ് ആക്ച്വലി റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം എ ക്ലാസ് ആൻഡ് സ്റ്റോർ റിയൽ ഡാറ്റ. ഓക്കെ, അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ഫ്രം എ ക്ലാസ് ആൻഡ് ഇറ്റ് സ്റ്റോർസ് എ റിയൽ ഡാറ്റ. അതാണ് നമ്മളെ ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംപ്ലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റി. അതിന് എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ വില്ല, അതല്ലെങ്കിൽ എ കാർ, എ സ്റ്റുഡൻറ്റ്. ഇതൊക്കെ എന്തായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഡാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സിംപ്ലി നമുക്ക് ക്ലാസ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ യു ക്യാൻ ഗിവ് എ ക്ലാസ് നെയിം. ആൻഡ് റിമെമ്പർ, ക്ലാസ് നെയിംസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇഫ് യു ഹാവ് 2 വേർഡ്സ് ആൻഡ് യു ക്യാൻ യൂസ് ദിസ് സിൻടാക്സ്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവെൻഷൻ ഉപയോഗിച്ച് എഴുതാം. സോ ഐ ഹാവ് എ കാർ ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഇസ് എ ക്ലാസ്. ആൻഡ് ഒബ്വിയസ്ലി ക്ലാസ്സിന് എന്തുണ്ടായിരിക്കും, ക്ലാസ് ഹാസ് സം പ്രോപ്പർട്ടീസ് ലൈക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഈ ഡിസൈനിൽ നേരത്തെ നമ്മൾ എഴുതിയ പോലെ അല്ലെങ്കിൽ കാറിന് സ്പീഡുണ്ട്, കാറിന് നെയിമുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ അതിനെ നമ്മൾ വിളിക്കുന്നത് വി ആർ കോളിംഗ് ഇറ്റ് ആസ് മെമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ക്ലാസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് കാറിന് പേരുണ്ട്. അതേപോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാറിൻ്റെ മോഡൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, you can define a model here, and I'm going to give a model. Okay, then you can have int make year that is equal to 2025. Then ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ യു ക്യാൻ ഹാവ് മെമ്പേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. ഇതേപോലെ നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് മെത്തേഡ്സ് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ വോയിഡ് എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ഇൻഫോ എന്ന് പറയുന്നൊരു മെത്തേഡ് എഴുതി. ദിസ് ഇസ് ആക്ച്വലി എ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ പഠിച്ചിരുന്നു, അതുതന്നെയാണ് സംഭവം. പക്ഷെ നമ്മൾ ഇതിനൊരു ക്ലാസ്സിനകത്ത് എഴുതുമ്പോൾ നമ്മളതിന് ഒരു സ്പെഷ്യൽ പേര് അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ എന്നോ അതല്ലെങ്കിൽ നമുക്കിതിനെ മെത്തേഡ് എന്നായിരിക്കും നോർമലി നമ്മൾ പറയുന്നത്, മെത്തേഡ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ബട്ട് ഇറ്റ് ഈസ് ഇൻസൈഡ് എ ക്ലാസ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൻഡ് ഐ വാണ്ട് ടു പ്രിൻറ്റ് ദിസ് കാർ ഇൻഫോ. ഈ കാറിൻ്റെ ഇൻഫോ എനിക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു കോൾ ദ മോഡൽ ഡോളർ, ഐ എം ഗോയിങ് ടു കോൾ ദ മോഡൽ. ദെൻ അതിൻ്റെ ഇയർ, മേക്ക് ഇയർ എനിക്ക് എന്ത് ചെയ്യണം, ആൻഡ് ഐ വാണ്ട് ടു
have make year like this, make year, then dollar make year. Okay, put a semicolon. And this is a blueprint actually. And ഇപ്പോഴും എന്തില്ല, ഈ പറയുന്ന ബ്ലൂ പ്രിൻ്റ് പ്രകാരമുള്ള കാർ എന്ത് ചെയ്യുന്നില്ല, റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ക്ലാസ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ വന്നു, ഞാൻ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കാർ ടൈപ്പിലുള്ള, ഓക്കെ, നമ്മൾ ഈ ഒരു ഇൻഡ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ a=25 എന്ന് എഴുതി. ദിസ് ഈസ് ആക്ച്വലി എന്തായിരിക്കും, ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആണ് എന്ത്, ഇൻറ്റീജർ എന്നുള്ളത്. അതിനെ നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കോൾ ചെയ്യാം. ദിസ് ഈസ് ആക്ച്വലി എ ഈസ് ആൻ ഇൻറ്റീജർ ഒബ്ജക്റ്റ്, ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത് എ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, കാർ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡിസൈഡ് വിച്ച് ഈസ് എ ടൈപ്പ്. കാർ എന്നുള്ള ടൈപ്പാണ്, ദാറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ്. അപ്പോൾ ക്ലാസ്സസ് ആർ ആക്ച്വലി യൂസർ ഡിഫൈൻഡ് ടൈപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ കാർ എന്ന് എഴുതി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കാറിനൊരു പേര് കൊടുത്തു, മൈ കാർ. Okay, then an object is like always starts with smaller case letter. Then you have to call the car again like this. Okay, and ഇത് ഞാൻ എന്താണെന്ന് പറയാം, ഈ ഒരു ഫങ്ഷൻ കോൾ. ഓക്കെ, ദെൻ നമ്മളൊരു കാറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ഹാവ് മൈ കാർ, ദിസ് ഇസ് ഒബ്ജക്റ്റ് മൈ കാർ ഡോട്ട്. ഇപ്പോൾ നമ്മളൊരു ഇൻഡ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഡ് a=25 എന്ന് ഞാൻ എഴുതി. ഓക്കെ, നൗ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഉപയോഗിക്കാം. എ ഡോട്ട് എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓഡാണോ ഈവൻ ആണോ, ഈസ് ഫൈനൈറ്റ് ആണോ, ഈസ് നോട്ട് എ നമ്പർ ആണോ, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾ ദീസ് ആർ ഡിഫൈൻഡ് ഇൻസൈഡ് ദറ്റ് ക്ലാസ്. ആ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതിനകത്ത് എന്തേ ഉള്ളൂ, നമുക്കാകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അതിൻ്റെ മോഡൽ എന്താണ്, മേക്ക് ഇയർ എന്താണ്, ആൻഡ് ഈ ഒരു മെത്തേഡും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൻ്റെ കാറിൻ്റെ മോഡൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മോഡൽ =, എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാനൊരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇവിടെ നമുക്ക് തൽക്കാലം അൺനോൺ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, മേക്ക് മോഡലിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഞാനൊരു വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ എന്തായിരിക്കും, ഈ ബ്ലൂ പ്രിൻ്റ് പ്രകാരം ഉണ്ടാക്കിയ ഈ ഒബ്ജക്റ്റിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇതിനെന്തുണ്ട്, ഈ പറയുന്ന എല്ലാ ഡാറ്റയും ഇതിന് അവൈലബിൾ ആണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതേപോലെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ അതിനും എന്തായിരിക്കും, അതിനും ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും അവൈലബിൾ ആണ്. ആ ഒബ്ജക്റ്റിൻ്റെ ആ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ഈ പറയുന്ന സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മൾ ഇതിലേക്കല്ല കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ആ മെമ്പർ ഫംഗ്ഷനിലേക്കും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിലേക്കും മെത്തേഡ്സിലേക്കുമാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ എന്ത് ചെയ്യണം, മൈ കാർ ഡോട്ട് മേക്ക് ഇയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് എ വാല്യൂ ഹിയർ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻഡ് ഡോട്ട് സം ഫംഗ്ഷൻ വിളിക്കുന്ന പോലെ നമുക്ക് മൈ കാർ ഡോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ഇൻഫോയെ കോൾ ചെയ്യാം. ഇനി ഞാനിത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാർട്ട് എന്ന് കോൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ മെയിൻ ഫംഗ്ഷനെ റൺ ചെയ്തു, മെയിൻ ഡോട്ട്. നൗ യു വിൽ ഗെറ്റ് മോഡൽ BMW make year 2025 എന്ന് കൊടുത്തു. ആൻഡ് ലെറ്റ് മീ ചേഞ്ച് ദിസ് ടു സം അതർ വാല്യൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി 2024 എന്ന് ഞാൻ കൊടുത്തു. ലെറ്റ് മീ റൺ ദിസ്. നൗ വിൽ ഗെറ്റ് മോഡൽ ബെൻസ് ആൻഡ് മേക്ക് ഇയർ 2024 ആൻഡ് യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ വന്നിട്ട് എഗെയിൻ കാർ എന്ന് എഴുതി, ദെൻ മൈ കാർ 2 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, മൈ കാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അഗെയിൻ എന്ത് ചെയ്തു, ഇതിനെ കോൾ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് മൈ കാർ, ഇറ്റ്സ് ആക്ച്വലി കാർ. ഓക്കെ, കാർ എന്ന് കോൾ ചെയ്തു. ഇനി നമുക്ക് ഇതിനും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മൈ കാർ 2 ഡോട്ട് മേക്ക് ഇയർ =2025 എന്ന് ഞാൻ കൊടുത്തു. മൈ കാർ ഡോട്ട് മോഡൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സം മോഡൽ ആൻഡ് ഓക്കെ സം മോഡൽ. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒബ്ജക്റ്റിൻ്റെ കയ്യിലുള്ള ആ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ആക്സസ് ദ ഡിസ്പ്ലേ ഇൻഫോ. നൗ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് 2 തിങ്സ്. ഒന്ന് ആദ്യത്തെ ഇതിൽ രണ്ടാമത് റെനോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ അതിൽ നിന്നും വരുന്ന വാല്യൂ ആയിരിക്കും. ഇതിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ക്ലാസ് ഇസ് എ കീവേഡ് ആൻഡ് ദിസ് ഇസ് എ നെയിം. ദെൻ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്. ഓക്കെ,
ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഇതാണ് എന്ത് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് എന്തായിരിക്കും, ഈ ഒരു മെത്തേഡാണ്. ആൻഡ് ഇതൊരു ഫങ്ഷൻ കോളാണ് ആക്ച്വലി. ഇവിടെ കണ്ടില്ലേ, അതായത് നമ്മൾ നോർമലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എഴുതി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു പ്രിൻറ്റ് സിംപ്ലി ഹലോ എന്ന് എഴുതി. നമ്മൾ ഇതിനെ കോൾ ചെയ്യുക എങ്ങനെയായിരിക്കും, ഞാൻ ആഡ് എന്ന് കോൾ ചെയ്യും ഇതേപോലെ. ഓക്കെ, ഇതും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഈ എഴുതിയ കാര്യം ഇതും കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ടും സെയിം ആണ്. പക്ഷേ ഇത് തമ്മിലൊരു മാറ്റമുണ്ട്. ഇവിടുത്തെ എ സ്മോൾ ലെറ്റർ ആണ്, പക്ഷേ ഇവിടുത്തെ സി എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദിസ് ഈസ് എ ക്ലാസ്. ഇതൊരു ക്ലാസ്സിനെയാണ് കോൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് സംതിങ് സ്പെഷ്യലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് ആ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, കൺസ്ട്രക്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സംതിങ് ഈസ് മിസ്സിംഗ്. ഓക്കെ, അതായത് ഞാൻ ആ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ മെത്തേഡിന്, അതായത് നമ്മൾ ആ എഴുതിയ മെത്തേഡിൻ്റെ പേരാണ് കൺസ്ട്രക്റ്റഡ് മെത്തേഡ്. കൺസ്ട്രക്റ്റഡ് മെത്തേഡ് ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് കോൾ ആവുന്നുണ്ട്, ഈ കൺസ്ട്രക്റ്റഡ് മെത്തേഡ് കോൾ ആവുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ആ മെത്തേഡ് എഴുതിയിട്ടില്ല. ഞാനിവിടെ ആകെ ഒരു ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കൺസ്ട്രക്റ്റഡ് മെത്തേഡ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷേ എഴുതിയില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഈ കൺസ്ട്രക്ടർ എന്താണ് ഇവിടെ അവൈലബിൾ ആണ്, ദിസ് തിങ്. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഈ കൺസ്ട്രക്ടറിനകത്ത് സിംപിളി എന്ത് ചെയ്യാണ്, ഞാനൊരു പ്രിൻ്റ് എഴുതുകയെന്ന് വിചാരിക്കുക. എവറി ടൈം നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാട്ട് വിൽ കോൾ ദിസ് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഞാനിവിടെ ഹലോ ഐ ആം എ കൺസ്ട്രക്ടർ എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതി. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു ക്യാൻ സി ഹലോ ഐ ആം എ കൺസ്ട്രക്ടർ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ. അതേപോലെ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഹലോ ഐ ആം എ കൺസ്ട്രക്ടർ എന്ന് കിട്ടി. അപ്പോൾ എവറി ടൈം നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കോൾ ആവുന്നുണ്ട്, ഈവൻ ഇഫ് നമ്മളിത് എഴുതിയില്ലെങ്കിലും ദറ്റ് കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എനിക്ക് മൈ കാർ ഡോട്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ദ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ എഴുതിയ കാര്യങ്ങളാണ്, മേക്ക് ഇയറും മോഡലും. അത് നമ്മളുടെ ഡിസ്പ്ലേ ഇൻഫോയും നമ്മൾ എഴുതി വെച്ച ക്ലാസ്സിൻ്റെ ബ്ലൂ പ്രിൻറ്റിനകത്തുള്ള കാര്യമാണ്. പക്ഷേ ഇതല്ലാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ, ഇവിടെ കണ്ടില്ലേ, ഇതല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്, ഇതൊന്നും നമ്മൾ എഴുതിയതിലില്ല, നമ്മളെ ബ്ലൂ പ്രിൻറ്റിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡാർട്ടിലെ എല്ലാ ഒബ്ജക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളും ഇതിൻ്റെ വേറൊരു പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതാണ്. ദാറ്റ് മീൻസ് എവറി ഡാർട്ട് ക്ലാസ് എക്സ്റ്റെൻഡ് ഫ്രം ദിസ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്താണ്. ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ബിഗിൻ സ്റ്റേജിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, എവറി ക്ലാസ് ഇൻ ഡാർട്ട് ഈസ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് ഫ്രം എ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ളതാണ് എന്ത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷ് കോഡ്, ടു സ്ട്രിങ് മെത്തേഡ്, ഇതൊക്കെ എന്തായിരിക്കും ഇതിനകത്തുള്ള റൺ ടൈം ടൈപ്പ്. ഓൾ ദീസ് ആർ കമ്മിങ് ഫ്രം ദിസ് ഒബ്ജക്റ്റ് ക്ലാസ്. പക്ഷേ നമ്മൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി ബൈ ഡീഫോൾട്ട് ആ ഇൻഹെറിറ്റൻസ് അവിടെ എന്താണ്, ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റൻഷനലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ദിസ് എക്സ്റ്റെൻസ് കീവേഡ്, എക്സ്റ്റെൻഡ് എന്നുള്ള കീവേഡും എന്നിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എവറി ക്ലാസ്, ഈവൻ ദ ബിൽറ്റ് ഇൻ ക്ലാസ് ഈസ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് ഫ്രം ദിസ് ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിൽ നിന്നും വന്നതാണ് ബേസിക്കലി എന്ത്, ഈ പറയുന്ന ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പറഞ്ഞു. കൺസ്ട്രക്ടഡ് ഈസ് എ സ്പെഷ്യൽ ഫങ്ഷൻ ഇൻസൈഡ് എ ക്ലാസ് ദാറ്റ് runs automatically when an object is created. That is the actual definition of a constructor. Then even if നമ്മളത് എഴുതിയില്ലെങ്കിലും there exists a constructor. ഈ പറയുന്ന ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നോർമലി എന്തുണ്ടായിരിക്കും, നമ്മൾ വിത്ത് കൺസ്ട്രക്ടർ ആയിരിക്കും എഴുതാറുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ ഈ പറയുന്ന രീതിയിൽ കൺസ്ട്രക്ടറിനകത്ത് സാധാരണ ബോഡി ഒന്നും ഉണ്ടാവാറില്ല.
കൺസ്ട്രക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പേർപ്പസിനാണ്. അതിനകത്ത് എന്തുണ്ടായിരിക്കില്ല, നോർമലി നമ്മൾ അതിനകത്ത് എന്ത് എഴുതാറില്ല, ബോഡി എഴുതാറില്ല. ബോഡി ഇൻ ദ സെൻസ് ഇതൊരു ഫംഗ്ഷൻ ആവും, ഫംഗ്ഷൻ ബോഡി എഴുതാറില്ല എന്നാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തത്, ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തത് ഈ രീതിയിലാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ല നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ മാനുവലി വാല്യൂ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓവർ റൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ ആ ആഡ് മെത്തേഡ് എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ഇൻഡ് എ കോമ ഇൻഡ് ബി എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ഈ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുകയാണെങ്കിൽ, ആഡ് എന്ന് ഞാൻ കോൾ ചെയ്യുകയാണെങ്കിൽ, യു മസ്റ്റ് ഹാവ് ടു പ്രൊവൈഡ് 2 പാരാമീറ്റേഴ്സ്, 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. ഒന്ന് എ എന്നുള്ളതിലേക്കും രണ്ടാമത്തെ ബിയിലേക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യു ക്യാൻ പ്രോംപ്റ്റ് ദ യൂസർ, അല്ലെങ്കിൽ യു ക്യാൻ ഇൻസിസ്റ്റ് ദ യൂസർ ടു പാസ് ദ വാല്യൂസ് ടു ദിസ് വേരിയബിൾസ്. ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ് ഡോട്ട് മോഡൽ കോമ ദിസ് ഡോട്ട് മേക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദിസ് കീവേഡ്, ദിസ് ഈസ് ആക്ച്വലി യൂസ്ഡ്. ദിസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും, ദിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്ലാസ്സിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനകത്തുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ദിസ് എന്ന് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം അതിനെ. ഇപ്പം ഞാൻ ഒരാളോട് പറയാണ് ലൈക്ക് ദിസ്, ഐ വാണ്ട് സം വാട്ടർ എന്ന് പറയുകയാണ്. ഓക്കെ, ഞാൻ വേറൊരാളോട് പറയുകയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ പേര് ഇതേപോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോബിൻ വാണ്ട് സം വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇവിടെ എന്ത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ദിസ് ഡോട്ട് മോഡൽ. അപ്പോൾ ദിസ് ഈസ് എ കീവേഡ് ദാറ്റ് ഈസ് യൂസ് ടു റെഫർ ദിസ് പ്രോപ്പർട്ടീസ് ഇൻസൈഡ് ദറ്റ് ക്ലാസ്. ആ ക്ലാസ്സിനകത്ത് അതിനകത്തുള്ള പ്രോപ്പർട്ടീസിനെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ദിസ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് എന്ത്, ഇതൊരു ഷോർട്ട് ഹാൻഡ് കൺസ്ട്രക്ടറാണ്, ഷോർട്ട് ഹാൻഡ് കൺസ്ട്രക്ടർ. ആൻഡ് നോർമലി നമ്മൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫ്ലട്ടറിലായാലും ഡാർട്ടിലായാലും നമ്മൾ ഈ രീതിയിലാണ് കൺസ്ട്രക്ടർ എഴുതുക. ഇനി നോക്കുക, ഇവിടെയൊക്കെ എറർ ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ദർ ഈസ് ആൻ എറർ ബിക്കോസ് ദിസ് ഡിമാൻഡ്സ് 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്. അത് നമ്മൾ എവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചാണ്, നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ആ 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റായിട്ടും ആ 2 കാര്യങ്ങൾ കൊടുക്കണം. ഏത് ഓർഡറിൽ കൊടുക്കണം, ആദ്യം എന്താണോ കൊടുത്തത് മോഡലിലേക്കാണ്. അപ്പോൾ ആദ്യം മോഡൽ എന്ന് പറയുന്നതിലുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. ഞാനിവിടെ വന്നിട്ട് സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്തു, ബെൻസ് എന്ന് കൊടുത്തു. ദെൻ അതേപോലെ കോമ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ വാല്യൂ ഇൻറ്റീജർ വാല്യൂ ആണ്, ആ വാല്യൂയും കൊടുത്തു. ആൻഡ് നൗ ഐ ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ്, ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ദിസ് മെത്തേഡ്. ഇത് ഞാൻ എന്ത് ചെയ്തു, ഇത് കളഞ്ഞു. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തേതും ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പാരാമീറ്റർ മോഡൽ പാസ് ചെയ്തു, രണ്ടാമത്തെ പാരാമീറ്റർ അതിൻ്റെ ഇയറും പാസ് ചെയ്തു. ആൻഡ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ്. ഇതെന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കളഞ്ഞു. ബിക്കോസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിലേക്കുള്ള വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദിസ് ഈസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആക്ച്വലി. ആൻഡ് ഈ പറയുന്നതാണ് എന്ത്, ദിസ് ഈസ് ദ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇത് ഷോർട്ട് ഹാൻഡ് കൺസ്ട്രക്ടറാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, ദ ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാനും എന്തും പോസിബിളാണ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വന്നിട്ട് ഫൈനൽ ലെറ്റ്സ് ഹാവ് ദ കളർ ഷുഡ് ബി എ സ്ട്രിങ്. സോ ഞാനിവിടെ വന്നിട്ട് സ്ട്രിങ് കളർ ദാറ്റ് ഈസ് ഈക്വൽ ടു കളർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നൗ ഐ ക്യാൻ മേക്ക് ദിസ് ഓപ്ഷണൽ പാരാമീറ്റർ നമ്മൾ ഫങ്ഷൻസ് ചെയ്ത് പറഞ്ഞതാണ്, ദിസ് ഡോട്ട് കളർ എന്ന് കൊടുത്തു. നൗ യു വിൽ ഹാവ് ആൻ എറർ ഹിയർ ലൈക്ക് ദിസ്. ഇവിടെ കണ്ടില്ലേ, ദ പാരാമീറ്റർ കളർ ക്യാൻ ഹാവ് വാല്യൂ ഓഫ് നൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടൈപ്പ്. അവിടെയാണ് നമ്മൾ നേരത്തെ പഠിച്ച നൾ സേഫ്റ്റി ഒക്കെ പിക്ചറിലേക്ക് വരിക. യു ക്യാൻ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. ഓക്കെ, ഐ ജസ്റ്റ് ആഡ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അത് റിമൂവ് ആയി ഇവിടുന്ന്. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിമാൻഡ് ചെയ്യില്ല, ഇതിവിടെ ഡിമാൻഡ് ചെയ്യുന്നില്ല.
ആൻഡ് ഇവിടെ നമ്മൾ ഇതിൽ എഴുതിയ മെത്തേഡിനകത്ത് വന്നു. ഈ മെത്തേഡിനകത്ത് വന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ഹാവ് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടി ഞാൻ എഴുതുകയാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ കളർ. ഓക്കെ, ഇവിടെ ഞാനിനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. യു വിൽ ഗെറ്റ് നൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ വന്നിട്ട് ദിസ് ഷുഡ് ബി ഇൻസൈഡ് ആൻ എക്സ്പ്രഷൻ ആക്ച്വലി. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ എഴുതുകയാണ് കളർ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നോട്ട് സെറ്റ് എന്ന് ഞാൻ എഴുതി. നൗ യു ക്യാൻ റൺ ദിസ്. നൗ യു ക്യാൻ സി കളർ നോട്ട് സെറ്റ് ആണ്. ആൻഡ് ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ എവിടെ വരണം, നമ്മൾ കൺസ്ട്രക്ടറിൽ പാസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് കളർ സെറ്റ് ചെയ്യാം. കളർ സെറ്റ് ചെയ്യുമ്പോൾ അത് പൊസിഷണൽ ആർഗ്യുമെൻ്റ് അല്ല, ദാറ്റ് ഈസ് എ ഓപ്ഷണൽ പാരാമീറ്റർ. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും, നെയിംഡ് പാരാമീറ്റർ ആണ്. കളർ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, കളർ ഷുഡ് ബി റെഡ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, നൗ യു ഹാവ് എ ബെൻസ് കാർ വിത്ത് 2025 മോഡൽ റെഡ് കളർ. അപ്പോൾ ഇവിടെ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് കളർ റെഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷണൽ പാരാമീറ്റേഴ്സും ഈ കൺസ്ട്രക്ടർ ത്രൂ നിങ്ങൾക്ക് പാസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം, നെയിംഡ് പാരാമീറ്ററായിട്ട് നോർമൽ ഫംഗ്ഷനിൽ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്ന പോലെ നെയിംഡ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണം. ആൻഡ് റിമെമ്പർ ദർ ഷുഡ് ബി ദ നൾ സേഫ്റ്റി. ആൻഡ് ഇത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സെറ്റ് ദ ഡീഫോൾട്ട് വാല്യൂ ഹിയർ നോട്ട് സെറ്റ് എന്ന് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ് ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒഴിവാക്കാം ലൈക്ക് ദിസ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ബ്രാക്കറ്റ് അഗെയിൻ. ഓക്കെ, സോ ഇനി ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് നോട്ട് സെറ്റ് അഗെയിൻ നോട്ട് സെറ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹിയർ. ഇവിടെ നിന്നുള്ള ഇതാണ് എന്ത്, ദിസ് ഈസ് ആക്ച്വലി ദ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡീഫോൾട്ടായിട്ട് എന്താണോ സെറ്റ് ചെയ്ത്. ഇത് നമ്മൾ നോർമലി നമ്മൾ കാണുന്നതാണ്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് അതിൽ ഡാറ്റ മാത്രമേ, ടെക്സ്റ്റ് വിഡ്ജറ്റാണ്, ഞാൻ ഫ്ലട്ടറിലെ കാര്യം പറഞ്ഞത്, ടെക്സ്റ്റ് വിഡ്ജറ്റാണ്. അതിൽ ഡാറ്റ മാത്രമേ എന്തുള്ളൂ, നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. അതെല്ലാം ഓപ്ഷണൽ ആണെങ്കിലും എന്ത് വരുന്നില്ല, നമുക്ക് ഈ നൾ എന്ന് പറഞ്ഞ വാല്യൂ ഒന്നും നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല, അവിടെ വരണ്ടായിരിക്കില്ല. ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്യാത്ത വാല്യൂ ഒന്നും അതിൽ എന്ത് ചെയ്യില്ല, അതിൽ വരുന്നുണ്ടാവില്ല. അത് നൾ സേഫ്റ്റി ഒക്കെ കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ബേസിക്കലി ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, how can you create an object, that process is called instantiation. Then what is a default constructor, and ഡാർട്ടിലെ ഡീഫോൾട്ടായിട്ട് എല്ലാ ക്ലാസ്സുകളും ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ദെൻ എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ടർ ത്രൂ എന്ത് ചെയ്യുന്നത്, വാല്യൂ പാസ് ചെയ്യുന്നത്, അത് പൊസിഷണൽ പാരാമീറ്റർ ആയിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്ഷണൽ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഇതേപോലെ വേറൊരു കൺസെപ്റ്റാണ്, ആൻഡ് ഈസ് ദർ എനി അതർ വേ ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുകയാണ്, ഒരു ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ മെത്തേഡേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, എ ക്ലാസ് ക്യാൻ ഹാവ് വൺ കൺസ്ട്രക്ടർ മെത്തേഡ്, ഒരു എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്, വൺ കൺസ്ട്രക്ടർ മെത്തേഡ്. ഓക്കെ, ദെൻ പക്ഷേ അതിന് താഴെ തന്നെ ഞാൻ കോൺട്രഡിക്ടറി ആയിട്ട് പറയുകയാണ്, എ ക്ലാസ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ്. ഒരു ക്ലാസ്സിന് എന്താവാം, മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഒരു ക്ലാസ്സിന് ഒരേ ഒരു കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കുള്ളൂ, ദാറ്റ് ഈസ് ദിസ് തിങ്. ഇത് നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എഗെയിൻ ഇതേപോലെ എഴുതാൻ കഴിയില്ല. ബിക്കോസ് നമുക്കറിയാം ഒരേ പേരുള്ള ഫങ്ഷൻസ് എന്തല്ല, നിങ്ങൾക്ക് ഡാട്ടെന്നല്ല ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതൽ പോസിബിൾ അല്ല. കാരണം ഒരു പേരിൽ ഒരു ഫംഗ്ഷനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പേരിൽ ഒരു പ്രോപ്പർട്ടിയെ പറ്റുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? അപ്പോൾ ഇത് പോസിബിൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ വേറൊരു വേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് നെയിംഡ് കൺസ്ട്രക്ടർ. നെയിംഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺസ്ട്രക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് എ ന്യൂ ക്ലാസ് ഹിയർ. ഞാനിവിടെ വന്നിട്ട് പുതിയൊരു ക്ലാസ് എഴുതുകയാണ്. ഞാൻ വേറൊരു ഫയലായിട്ടാണ് എഴുതുന്നത്, student.dart എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതി. ഓക്കെ, ഇറ്റ്സ് എ ക്ലാസ് ആക്ച്വലി, ആൻഡ് സ്റ്റുഡൻറ്റ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്.
ഒരു സ്റ്റുഡൻറ്റിന് അയാൾക്ക് നെയിം ഏജ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്ട്രിങ് ഡോട്ട് നെയിം, ദെൻ ഇറ്റ്സ് ആക്ച്വലി string age. And what is the error here? Because non-nullable instance fields ആണ്, അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നേക്കുന്നത്. സോ യു ക്യാൻ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ, ഓക്കെ, ദെൻ പുട്ട് എ സെമി കോളൻ. ദെൻ നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഇതാണ്, സ്റ്റുഡൻറ്റ് എന്ന് എഴുതി, എന്നിട്ട് ഞാൻ ദിസ് ഡോട്ട് നെയിം പാസ് ചെയ്തു ആൻഡ് ദിസ് ഡോട്ട് ഏജും പാസ് ചെയ്തു. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ സെറ്റ് ദ ഡീഫോൾട്ട് വാല്യൂ, ഇറ്റ്സ് 20 ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഇൻറ്റ്. ലെറ്റ് മീ മേക്ക് ദിസ് ഇൻറ്റ്. ഓക്കെ, സൻ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ഡീഫോൾട്ട് വാല്യൂ like some name. No, it's actually named parameters ആണ്. ഇത് ഇങ്ങനെ ഡീഫോൾട്ട് വാല്യൂ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അതായത് ഇവിടെ തന്നെ കൊടുക്കണം. ഇത് ഓപ്ഷണൽ പാരാമീറ്റർ. ലെറ്റ് മീ പുട്ട് ദിസ് ഇൻ എ ബ്രാക്കറ്റ്. നൗ ഇറ്റ് ഈസ് ഓക്കെ. ആൻഡ് ദീസ് ആർ സ്റ്റുഡൻറ്റ് കൺസ്ട്രക്ടർ, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. ആൻഡ് ഇനി നമ്മൾ നെയിംഡ് കൺസ്ട്രക്ടർ എഴുതുന്നത് എങ്ങനെയാണ്, നെയിംഡ് കൺസ്ട്രക്ടർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി യൂസ് ദ ക്ലാസ് നെയിം, സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ് നെയിം ഉപയോഗിക്കുക. ഡോട്ട് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺസ്ട്രക്ടർ എഴുതാം ലൈക്ക് ദിസ്, ഇതേപോലെ സ്റ്റുഡൻറ്റ് ഡോട്ട് ഗസ്റ്റ് എന്ന് ഞാൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നെയിം ഈക്വൽ ടു ആൻഡ് യു ക്യാൻ ഹാവ് ഗസ്റ്റ് സ്റ്റുഡൻറ്റ്, ദെൻ ഏജ് ഈക്വൽ ടു 18 എന്ന് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ക്ലാസ് ആൻഡ് നൗ യു ക്യാൻ കോൾ ദിസ് ക്ലാസ്. ഈ മെയിൻ ഡോട്ടിനകത്ത് എനിക്ക്, ഈ മെയിൻ ഫംഗ്ഷനകത്ത് എനിക്ക് ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ വന്നിട്ട് ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി വരും. പിന്നെ ഇതെല്ലാം കമൻറ്റ് ചെയ്തു. എനിക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്, എൻ്റെ സ്റ്റുഡൻറ്റ് ക്ലാസ്സിനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ കോൾ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദിസ് സ്റ്റുഡൻറ്റ് ഈസ് ഇൻ അനദർ ഫയൽ, വേറൊരു ഡാട്ട് ലൈബ്രറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, you have to import, and VS Code will automatically import. ഈ import statement എഴുതണം. and if it is in a other folder you have to specify the path. okay, normally modern ID ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ ഫോൾഡർ സ്ട്രക്ചറിൽ അത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റുഡൻറ്റ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ്റ്, ആൻഡ് യു ക്യാൻ പാസ് നെയിം ആസ് സം നെയിം, ദെൻ കോമ ഏജ് ആസ് 20 എന്ന് ഞാൻ പാസ് ചെയ്തു. ഇത് നമ്മൾ നോർമൽ കൺസ്ട്രക്ടർ ഉപയോഗിച്ച്, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ സ്റ്റുഡൻറ്റ് 2 നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് സ്റ്റുഡൻറ്റ് ടൈപ്പിലുള്ള. ഓക്കെ, സ്റ്റുഡൻറ്റ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല, ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് ഡോട്ട് ഗസ്റ്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഗസ്റ്റിനെ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് എനിക്ക് എന്ത് വേണം, സ്റ്റുഡൻറ്റ് നെയിം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ്റ് 2 ഡോട്ട് നെയിം കോൾ ചെയ്യണം, സ്റ്റുഡൻറ്റ് 2 ഡോട്ട് നെയിം കോൾ ചെയ്തു. ഇതേപോലെ നമുക്ക് എന്ത് വേണം, ഏജ് വേണം. ഏജ് എന്ന് പറയുന്നത് ആൻഡ് ഡോളർ സ്റ്റുഡൻറ്റ് 2 ഡോട്ട് ഏജ്. ഓക്കെ, നൗ യു ക്യാൻ റൺ ദിസ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ കണ്ടില്ലേ, സ്റ്റുഡൻറ്റ് നെയിം ഗസ്റ്റ് എന്ന് വന്നു, സ്റ്റുഡൻറ്റ് ഏജ് 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നെയിംഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇത് ആക്ച്വലി നമ്മൾ കാണുന്നതാണ്, നമ്മൾ ഫാക്ടറി മെത്തേഡൊക്കെ എഴുതുന്നുണ്ടാവും ഈ ജേസൺ ഹാൻഡിൽ ചെയ്യുമ്പോൾ. അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ജേസൺ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന നെയിംഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫാക്ടറി മെത്തേഡ്സ് ഒക്കെ വരുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദാറ്റ് ഇൻ ലേറ്റർ. നമ്മൾ ആ സമയത്തേക്ക് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യം ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ടു ഡിഫൈൻ ദാറ്റ് നെയിംഡ് കൺസ്ട്രക്ടർ. നെയിംഡ് കൺസ്ട്രക്ടറിൻ്റെ ഒരു സിൻടാക്സ് എങ്ങനെയാണ്, ക്ലാസ് നെയിം ഡോട്ട് ദാറ്റ് കൺസ്ട്രക്ടർ, ആ മെത്തേഡിൻ്റെ പേര് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നെയിംഡ് കൺസ്ട്രക്ടർ നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താണ് കൺസ്ട്രക്ടർ, നെയിംഡ് കൺസ്ട്രക്ടർ എന്താണ്. ഇനി ഞാൻ പറയുന്ന ഫാക്ടറി കൺസ്ട്രക്ടർ ഉണ്ട്, അത് ഞാൻ ആ പറയുന്ന കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയാം ഫാക്ടറി കൺസ്ട്രക്ടർ എന്താണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് കമ്പയർ ചെയ്ത് ഞാൻ പറയാം എന്താണ് ഡീഫോൾട്ട്, നെയിംഡ് ആൻഡ് ഫാക്ടറി കൺസ്ട്രക്ടർ എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ്
ഫാക്ടറി കൺസ്ട്രക്ടർ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി നോളജ് നമുക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ,